കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വിലയേറിയതായ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഒരു മകൾ സന്തോഷം കൂടി അറിയിക്കാനുണ്ട്. ആലത്തൂർ അപ്പച്ചൻ്റെ പേരക്കുട്ടികൾ ഈ 1-ാം തീയതി സ്നാനപ്പെട്ട കർത്താവിൻ്റെ സഭയുടെ അംഗമായി തീരുവാൻ 2-ാം തീയതി 2-ാം തീയതി കർത്താവിൻ്റെ സഭയുടെ അംഗങ്ങളായി തീരുവാൻ തക്കൊണ്ട് ഇടയായി. വളരെ കാലങ്ങളായി അവരുമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന സമയത്ത് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരും പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. എങ്കിലും തക്ക സമയത്ത് കർത്താവ് തൻ്റെ ഭക്തന്മാരെ ചേർത്ത് തൻ്റെ വചനമനുസരിച്ച് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവസഭയുടെ അംഗങ്ങളായി തീരുവാൻ തക്കൊണ്ട് കർത്താവ് പത്രോസിനോട് പറയുന്നു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിൻ്റെ കയ്യിൽ തരുന്നു. പത്രോസേ, നമ്മൾ പത്രോസിനെ പലപ്പോഴും വളരെ കെങ്കേമമായിട്ട് പറയാറുണ്ട്. പത്രോസ് വാക്കുമാറി, പത്രോസ് തള്ളിപ്പറഞ്ഞു. പല കാര്യത്തിലും കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ മാറിലൊക്കെ ചേർന്നിരുന്ന് ഉറങ്ങിയിട്ടുള്ളതാണ്. ആ പത്രോസിനോട് പറയുന്നു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസ് പറഞ്ഞു, കർത്താവ് പത്രോസ് അവിടെ പറയുന്നു, ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്ര നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. മറുരൂപമലയിൽ ഈ പ്രിയപ്പെട്ടവരെല്ലാവരും കൂടെ അവിടെ ചേർന്നു സമ്മേളിച്ചപ്പോൾ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് കർത്താവിനെക്കുറിച്ച് നല്ല ഒരു സാക്ഷ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോടെ വെളിപ്പെടുത്തി. അതേപോലെ തന്നെ യോർദാൻ നദിയിൽ വെച്ച് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിനെക്കുറിച്ച് ഇതിനൊക്കെ ഈ സമയത്തൊക്കെ പത്രോസ് ഇതിനെയൊക്കെ സാക്ഷിയാണ്. ആ പത്രോസിനോട് പറയുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ക്രിസ്തുവാകുന്ന അടിസ്ഥാനമിട്ടിരിക്കുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവിൻ്റെ സഭ പെന്തക്കോസ്ത് ദിവസം യെരുശലേമിൽ പത്രോസ് മുഖാന്തരമായിട്ട് പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 36-ാം വാക്യം മുതൽ നമ്മൾ കാണുന്നുണ്ട്. 2:36 മുതൽ അവിടെ പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ ക്രിസ്തുവിനെ, യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ ഗ്രഹം മുഴുവനും അറിഞ്ഞുകൊള്ളണം. ഇത് കേട്ടിട്ടവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റി, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുള്ളതല്ലോ എന്ന് പറഞ്ഞു. ആ ചരിത്രം താഴോട്ട് പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നു. പെന്തക്കോസ്ത് ദിവസം പത്രോസ് പ്രസംഗം തുടങ്ങി. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഇന്നത്തെ പെന്തക്കോസ്ത് അല്ല. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഒരു ഫെസ്റ്റിവലാണ്, ഒരു ഉത്സവമാണ്. അന്ന് സഭ തുടങ്ങിയതുകൊണ്ട് ഇന്നത്തെ പെന്തക്കോസ്തുകാർ മുഴുവൻ ഞങ്ങളെ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ് വാദിക്കുകയും അവകാശപ്പെടുകയും ചെയ്തു. പത്രോസ് 11 പേരോടുകൂടെ ചേർന്ന് എഴുന്നേറ്റ് നിന്ന് പ്രസംഗം തുടങ്ങി. ആ പത്രോസ് പ്രസംഗിച്ചു, നിങ്ങൾ ക്രൂശിച്ച കർത്താവിനെ ദൈവം കർത്താവിൻ രക്ഷിതാവുമാക്കി വെച്ചിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളട്ടെ. ഈ ക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാം. 53-ാം യെശയ്യാ പ്രവചനത്തിൽ അറിയുന്നു, കർത്താവിനെ സംബന്ധിച്ചും കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ചും ആ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, യേശു നാമവും
യേശുവും രണ്ടല്ല, യേശുവും യേശുനാമവും രണ്ടല്ല. ഇന്ന് യേശുനാമക്കാരെന്ന് പറഞ്ഞൊരു കൂട്ടർ ഉണ്ട്. യഹോവ സാക്ഷി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഒത്തിരി കൾട്സ്, ഒത്തിരി നാമധേയ കൂട്ടങ്ങളുണ്ട്. യേശുനാമം എന്ന് പറഞ്ഞൊരു കൂട്ടർ, യേശുവിൻ്റെ പേര്. യേശുനാമവും യേശുവും ഒന്നാണ്. പിതാവായ ദൈവം നൽകിയ നാമമാണ് യേശു ക്രിസ്തുവിന്. അവൻ യേശു എന്ന് പേരിടണം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, അവൻ യേശു എന്ന് പേരിടണം. ആ യേശു മറിയയുടെ മകനായിട്ട് ജനിച്ചു, അവതരിച്ചു, നമ്മുടെ രക്ഷകനായിട്ട്. അവനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ക്രൂശിച്ച യേശു ക്രിസ്തുവിനെ ദൈവം കർത്താവും രക്ഷിതാവുമാക്കി വെച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ. സ്വർഗത്തിൻ്റെ കവാടത്തിലേക്ക് കയറിപ്പോണമെങ്കിൽ, ഇവിടെ ഇന്ന് വായിച്ച 14-ാം അധ്യായം റോമാലേഖനത്തിൻ്റെ അവസാന വാക്യത്തിൽ പറയാറുണ്ട്, സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ കർത്താവ് മുഖാന്തരമേ സാധിക്കൂ. കർത്താവിനെ കൂടാതെ ഒന്നും സാധിക്കില്ല. സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ പാപമോചനം പ്രാപിച്ചവർക്ക് മാത്രമേ സാധിക്കൂ, രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ സാധിക്കൂ. ധാരാളം ആൾക്കാർ ഇന്ന് സ്നാനപ്പെടുത്തുന്നുണ്ട്. വലിയ ഗ്രൂപ്പിൽ അഭിമാനിക്കുന്നവരൊക്കെ പറയും, ഞങ്ങൾ യേശുവിൻ്റെയൊക്കെ സാക്ഷികളായി. യേശുവിൻ്റെ സാക്ഷികളായിട്ടല്ല, യേശു രക്ഷകനായിട്ട് നിനക്ക് വേണ്ടി അവതരിച്ചു, നിന്നെ പാപമോചനത്തിന് വേണ്ടി വേർപെടുത്തി. നീ അവനെ രക്ഷകനായിട്ട് അംഗീകരിക്കുമ്പോൾ, നീ അവനെ വിശ്വസിക്കുമ്പോൾ, നിന്റെ പാപത്തെക്കുറിച്ചുള്ളതായ ബോധം നിന്നിൽ ഉളവാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. ഞാൻ എന്ത് ചെയ്യണം? കാരാഗ്രഹ പ്രമാണി ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്? നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കണമെങ്കിൽ നീ അവനെ വിശ്വസിച്ചേ മതിയാവും. പൗലോസ് വിവിധ സ്ഥലങ്ങളിൽ പോയി പ്രസംഗിച്ചു, നീ വിശ്വസിച്ച് നിന്റെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടും. സ്നാനം ഒരു പ്രക്രിയയൊന്നുമല്ല, പാപത്തെ മോചിച്ച് പാപത്തെ കഴുകി നിന്നെ പരിശുദ്ധനാക്കി നിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധനും വിശുദ്ധീകരിക്കുന്നവനാണ്. ഇന്ന് കത്തോലിക്കരൊക്കെ വിശുദ്ധീകരിക്കണം. പോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധിയായി. ഈ നാട്ടിൽ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത്, മദർ തെരേസയെ പോലെ, ചാവറച്ചാനെ പോലെ. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ രൂപാന്തരപ്പെടുവാൻ സ്നാനത്തിൽ കൂടെ, ആ പ്രക്രിയയിൽ കൂടി കടന്നു പോകുമ്പോൾ പാപം അടക്കി കളയുന്നു, പാപത്തെ കുഴിച്ചിടുന്നു. പാപത്തെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതിന് ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു. മരിച്ച വ്യക്തി പുതിയ മനുഷ്യനേക്കോ പഴയ മനുഷ്യനെ കുഴിച്ചിടുന്നു. എല്ലാ ലേഖനത്തിൽ പൗലോസ് ധാരാളം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സമയ ചുരുക്കത്തിലൊന്നും ഞാൻ പറയുന്നില്ല, ഇവിടെ കേൾക്കുന്നതാണ്. ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, മകേഷ് അടക്കം, മകേഷ് 1 മാസത്തിന് ഉള്ളിലും ആയിട്ടുള്ളൂ, ഈ 3 പേര് അത് മനസ്സിലാക്കണം. ഞങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രവേശിച്ചത്. ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ ഒരു ന്യൂനെസ് ഓഫ് ലൈഫാണ്. ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിനെ തിരഞ്ഞെടുക്കുക. 56-ാം സങ്കീർത്തനം ലാസ്റ്റിൽ പറയുന്നു, ജീവന്റെ പ്രകാശത്തിലേക്ക്. ജീവന്റെ പ്രകാശം എന്താണ്? യേശുവിനെ കൈക്കൊണ്ട് അവനെ മക്കളായി തീർന്ന യോഹന്നാൻ 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന് നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കും. ദൈവമക്കളായി കഴിഞ്ഞാൽ ആക്ട് ലൈക്ക് ഗോഡ്സ് ചിൽഡ്രൻ, വർക്ക് ലൈക്ക് ഗോഡ്സ് ചിൽഡ്രൻ. ദൈവത്തിൻ്റെ മക്കളായിട്ട് പ്രവൃത്തിയിലും ജീവിതത്തിലും അത് തിളങ്ങുന്ന ഒരവസ്ഥ. പലപ്പോഴും യേശുവിനെ കൂടാതെ ഒന്നും നമുക്ക് ചെയ്യുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്ന, ഭൂമിയിലുള്ള വിശുദ്ധന്മാർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാ, സാധാരണക്കാരല്ല. ദൈവമക്കൾ, ഈ സ്നാനപ്പെട്ട കുഞ്ഞുങ്ങൾ
ഈ സ്നാനപ്പെട്ട് ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവ മക്കളും ന്യൂനെസ് ഓഫ് ലൈഫിൽ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക. ജീവിതത്തിൽ മാറ്റം ഉണ്ടായിരിക്കും. ഇന്നലെ വരെ നമ്മൾ ഈ കുട്ടികളൊക്കെ ഇന്നലെ വരെ കളിയും തമാശയിൽ കൂടെയൊക്കെ നടന്ന് കൂട്ടുകാരുമായിട്ട് ഒത്തു നടക്കുക. ഇന്ന് മുതൽ ഒരു ന്യൂനെസ് ഓഫ് ലൈഫ് അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ ആഴ്ചയാണ് അവർക്ക് കയറുന്നതിന് സാധിക്കുന്നത്. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 42 മുതൽ 47 വരെയുള്ള ഭാഗത്ത് പറയുന്നു, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് കൂടെ ചെന്നു. ദിനം പ്രതി മീൻസ് പ്രതിദിനം. ദിനം പ്രതി മീൻസ് പ്രതിദിനം. ഓരോ ദിവസവും ദൈവ സാന്നിധ്യത്തിൽ അവർ വിശ്വസ്തരായിട്ട് വരും. ദിനം പ്രതി കർത്താവ് സഭയോട് കൂടെ ചേർത്തുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ സഭയോട് കൂടിയല്ല, അടുത്ത സഭകളിലല്ല. സാധാരണ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ആരാ സ്വർഗത്തിൽ പോന്നു? എങ്ങനെ അറിയുന്നത്? നിങ്ങളോ അവരോ ഞങ്ങളോ? സാധാരണ ചോദിക്കണം. അപ്പോൾ അവർ പറയും, ഞങ്ങൾ എത്രാം സ്വർഗത്തിൽ പോയി? എത്രാം സ്വർഗത്തിലാണ്? എത്രാം സ്വർഗത്തിലേക്ക് ആൾക്കാർ വരെ കയറി പോയിട്ടുള്ളത്? അല്ലേ, 7-ാം സ്വർഗമുണ്ട്, 3-ാം സ്വർഗമുണ്ട്. പക്ഷേ പൗലോസ് പറയുന്നു, ഞാൻ ഒരാളെ അറിയുന്നു, അയാൾ എവിടേക്ക് എടുക്കപ്പെട്ടു? 3-ാം സ്വർഗത്തോളം അയാൾ എടുത്തു. ഭൂമിക്ക് മേലെ 7 ഭൂമിക്ക് താഴെ 14-ാം ലോകമുണ്ടെന്നാ ഞങ്ങളൊക്കെ പണ്ട് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ പറഞ്ഞ ഈ 7 ലോകം. ദാറ്റ് മീൻസ് 14 ലോകം. ഭൂമി, ഭൂമണ്ഡലം, അതേപോലെ ഓരോ ലോകം. ഭൂമി ഒരു ലോകത്തിൽപ്പെട്ടതാണ്. ഭൂമിക്ക് കീഴോട്ട് ലോകങ്ങളുണ്ട്. ആ 14 സ്വർഗത്തില് 14 എണ്ണവും സ്വർഗം എന്നാണ് പറയുന്നത്. അപരനാമതേ 3-ാം സ്വർഗത്തോളം ഒരാളെ എടുക്കപ്പെട്ടു. പൗലോസ് പറയുന്നു, ഞാൻ ആത്മവിവശനായിട്ട് ഞാൻ കണ്ടു. യോഹന്നാൻ പറയുന്നു, ഞാൻ ആത്മവിവശനായിട്ട്. ഇവരൊക്കെ ഉറക്കത്തിലോ സ്വപ്നത്തിലോ ഇവർ കണ്ടിട്ട് പറയുന്നു, ഞങ്ങൾ കണ്ടു. ദൈവം നമ്മളെ ഏത് ഭാഗത്തേക്ക് എടുത്തു എന്ന് നമുക്കറിയില്ല. പൗലോസ് കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ എഴുതി നമുക്ക് ചരിത്രം തരുവാണ്. യോഹന്നാൻ കയറിപ്പോയിട്ട് യോഹന്നാൻ വന്നിട്ട് ഇതൊക്കെ നമ്മളെ വെളിപ്പെടുത്തി തരുവാണ്. പഴയ കാലത്ത് പ്രവചന മുഖാന്തരം വെളിപ്പെടുത്തുന്നുവെങ്കിൽ ഇതും പ്രവചന പുസ്തകമായിട്ടാണ് യോഹന്നാൻ പറയുന്നത്. ഇത് വെളിപ്പെടുത്തി നമുക്ക് തരുവാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കയറ്റുന്നത്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. നേരത്തെ ആരോ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ദൈവദൂതന്മാരുടെ ഇടയിൽ സന്തോഷമാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, പാപി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ രക്ഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവമക്കളെ സ്നാനപ്പെടുന്ന ദൈവ പൈതങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടു. മരിക്കുമ്പോഴും അതേപോലെ ദൈവമക്കൾ മരിച്ചാൽ അവർ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് എത്തുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ പലതും കാണുന്നുണ്ട്. നാം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ച് കൂടി വന്ന് അവര് 2-ാം അധ്യായത്തിൽ പറയുന്നു, എന്താണ് പറയുന്നത്? മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ദൈവമക്കൾ ഒരുമിച്ച് അപ്പം നുറുക്കുക, കൂട്ടായ്മ ആചരിക്കുക, ദൈവവചനം പഠിക്കുക, പ്രാർത്ഥിക്കുക, പ്രബോധിപ്പിക്കുക, ഇതൊക്കെയാണ്. ഇത് ദൈവമക്കളുടെ പ്രിവിലേജാണ്, ആശ്രയമാണ്. അവർക്കും മാത്രമേ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തോട് കർത്താവിനോട് പ്രാർത്ഥിപ്പാൻ അധികാരമുള്ളൂ. ഇതിൻ്റെയൊക്കെ മേലധികാരിയായിട്ട് കർത്താവെ നീ ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വരണം. ദൈവം നമ്മളിൽ പ്രസാദിക്കുമ്പോൾ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. റോമലേഖനം 12-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ തൻ്റെ പുത്രനെ അവൻ ഓർക്കാതെ നമുക്ക് വേണ്ടി സകലവും തന്നു. ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമാക്കി തീർത്തു. എ വിക്ടോറിയസ് സാക്രിഫൈസ് നടത്തിയിരിക്കുന്നു. ആ പരമയാഗത്തിന്റെ ഉദ്ദേശം ദൈവം തന്റെ മകനെ ഓർത്തില്ല, ദൈവം തന്റെ മകനെ കുറിച്ച് ചിന്തിച്ചില്ല.
നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ വ്യംഗ്യാർത്ഥത്തിൽ കർത്താവ് മരിക്കുന്ന സമയത്ത് എന്തുണ്ടായി? ലോകം മുഴുവനും ഇരുളുണ്ടായി. കർത്താവ് പിതാവായ ദൈവത്തോട് ചോദിക്കുന്നു, കഴിയും എങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് മാറ്റണം, ഈ മരണമെങ്കിൽ നിന്ന് മാറ്റണമെന്ന് ദുഃഖത്തോടുകൂടി കർത്താവ് ചോദിക്കുന്ന സമയത്ത് പിതാവായ ദൈവത്തിന് കഴിയില്ലെന്നല്ല, കഴിയാനല്ല കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ മരിക്കുവാൻ തക്കണം. അവൻ്റെ തങ്കച്ചോര, അവൻ്റെ വിലയേറിയ ചോര നമുക്ക് കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയാണ്, പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി സ്നേഹസ്വരൂപനായി പുത്രനെ രാജ്യത്തിലാക്കി വെച്ചിട്ട് കൊലോസ്യ ലേഖനം 1-ാം 12-ാം വാക്യത്തിൽ പറയുന്നു, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കണം. കർത്താവിൻ്റെ വല്ലഭത്വം നമ്മൾ അറിയുന്നില്ല. നമ്മൾ കർത്താവിനോട് പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് എല്ലാം തന്മാത്രയിൽ നമുക്ക് തരുക. ഈ കുഞ്ഞുങ്ങൾ ഇനി മുതലേ കർത്താവിൻ്റെ മക്കൾ. നമ്മളൊക്കെ പറയും പാവിൻ്റെ മക്കളെ, ആരത്തൊരു അപ്പച്ചൻ്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അവരെ ഗാർഡിയനായിട്ട് മാത്രമേ ഈ ലോകത്തിൽ ഇവരെ മാത്രം വളർത്തു മക്കളായിട്ട് മാത്രമേ കാണുന്നു. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് മുദ്രയിടുന്നു. സ്നാന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുദ്രയിട്ടു. അവരെ ജലസ്നാനത്താൽ ജലശവക്കൊട്ടയിൽ അടക്കം ചെയ്യുമ്പോൾ, അവരതിനകത്ത് ജലത്തിൽ മരിക്കുമ്പോൾ, റോമലേഖനം 6-ാം 3-6 വരെയുള്ള ഭാഗത്ത് പറയുന്നു, അവനോടുകൂടെ മരിച്ചടക്കപ്പെടുവാണ്. കൊലോസ്യ ലേഖനത്തിൽ പറയും അവനോടുകൂടെ അടക്കപ്പെടുവാണ്. അവനോടുകൂടെ അടക്കപ്പെട്ട വ്യക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സാക്ഷിയാണ്. ദൈവത്തിന്റെ പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് സ്നാനപ്പെടുത്തുന്ന. പാപങ്ങളുടെ മോചനത്തിനായിട്ട് നമ്മെ സ്നാനപ്പെടുത്തുമ്പോൾ പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ പേരില് ത്രിയേക ദൈവം സന്നിധരാണ്. അപ്പോഴാണ് അവർ 3 പേരും കൂടെ ആ രംഗത്ത് വരുന്നത്. അത് വിസിബിൾ ആണോ? അല്ല, ഇൻവിസിബിൾ, കാണത്തക്കണമല്ല, അദൃശ്യമാണ്. ഇവർ 3 പേരും, നമ്മൾ അവിടെ കൂടിയ കുറച്ച് പേര് കൂടി, ഈ 3 പേരും ആ സ്നാന സമയത്ത് അവിടെ ആഗതരായി. അതുകൊണ്ടാണ് പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിനായിട്ട് അവരെ അടക്കുന്നത്. ജലത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അവരെ ഉയർത്തുന്നു, ഉയർപ്പിച്ചെഴുന്നേൽക്കുന്നു. അവനോടുകൂടെ ജീവിപ്പാൻ തക്കോണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വല്ലഭത്വം മനസ്സിലാകുക. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, അവനെ കെടുത്തരുത്, അതിനെ തുച്ഛീകരിക്കരുത്, അതിനെ നിസ്സാരവൽക്കരുത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് അബ്ബ പിതാവ് എന്ന് നാം വിളിച്ചാൽ ഉടനെ പിതാവായ ദൈവത്തിന്റെ പുത്രനുമായിട്ട് നമ്മളുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നു. ഉദാഹരണം, നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കഴിഞ്ഞ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയിലുള്ളവനും ഇന്ത്യയിലുള്ളവനും ഏത് ലോകത്തുള്ളവനും കോണ്ടാക്ട് ചെയ്യും. അബ്ബ പിതാവ് എന്ന് വിളിക്കുമ്പോൾ അതിന്റെ വല്ലഭത്വം, അതിന്റെ ശക്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പിതാവേ അല്ലെങ്കിൽ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാണ്. നമ്മൾ പലപ്പോഴും അതിനെ മൈൻഡ് ചെയ്യാറില്ല. ഓ, എന്തു പ്രാർത്ഥന, അതാണ് പ്രാർത്ഥന. ഓരോ സമയത്തും പൗലോസ് പറയുന്നു, എപ്പോഴും പ്രാർത്ഥിപ്പി. ദൈവവചനം പറയുന്നു, എപ്പോഴും പ്രാർത്ഥിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, ഒന്നിനും ഇട കൊടുക്കാതെ പ്രാർത്ഥിക്കുന്നതായ മെന്റാലിറ്റി നമ്മളുണ്ടായിരിക്കണം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കത്തോലിക്കരും മുസ്ലിമും എന്താണ്, അവരുടെ കയ്യിൽ ഓരോ പാശിമാല കയ്യിൽ കാണും അല്ലേ? അവരിങ്ങനെ എണ്ണും, ഇങ്ങനെ എണ്ണും. എന്നോട് നിങ്ങളോട് വർത്തമാനം പറയുമ്പോൾ ഇങ്ങനെ എണ്ണും. അത് അവരുടെ മനസ്സിൽ അവർക്ക് പലപ്പോഴും ഉണ്ടെങ്കിലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. നമ്മുടെ യാത്രയിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ആഹാരം കഴിക്കുമ്പോൾ, നമ്മുടെ ഓരോ ഡീലിങ്ങിലും ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കും. നമ്മൾ മറക്കാതിരിക്കാനാണ് പറഞ്ഞത്.
ഈ ആഹാരം കഴിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ട് കഴിക്കണം. അതിനെ ശുദ്ധി ചെയ്യണം. ഏത് സാധനങ്ങളും അതിന് ദോഷമാണെങ്കിൽ അതിനെ ഉച്ചാരണം ചെയ്യുവാൻ പ്രാർത്ഥനയുടെ ശക്തിക്ക് അത്രമാത്രം വല്ലഭത്വമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അത്രമാത്രം വല്ലഭത്വമുണ്ട്. തൻ്റെ മക്കൾക്ക് യാതൊരു ദോഷവും ചെയ്യാതെ ഇരിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവല് ദൈവമക്കൾക്ക് മാത്രമേ. ഇന്ന് വായിച്ചു ആഹാരം കഴിക്കുന്നതിനെ സംബന്ധിച്ച് 14-ാം അധ്യായത്തിൽ നാം മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ ഈ ദൈവ കുഞ്ഞുങ്ങളെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. അവർക്ക് ആവശ്യം എന്താണ്? ബുദ്ധി വേണം, ജ്ഞാനം വേണം, അറിവ് വേണം, പഠനം വേണം, അത് കഴിഞ്ഞ് ജോലി വേണം. ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ബുദ്ധി, ജ്ഞാനവും അറിവും കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളത്, കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ. കഴുകപ്പെട്ട വ്യക്തി നിർമ്മലന്മാരാണ്. ദൈവസന്നിധിയിൽ അവർ നിർമ്മലരും പരിശുദ്ധരും അവർ വിശുദ്ധന്മാരുമാണ്. നമ്മളൊക്കെ വിശുദ്ധന്മാരാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ വല്ലഭത്വം എന്തെന്ന് ചോദിച്ചാൽ പാപിയെ പരിശുദ്ധനാക്കുവാൻ സാധിക്കുന്ന രക്തത്താൽ കഴുകപ്പെട്ട വ്യക്തി വെള്ളത്തിൽ കഴുകി ശുദ്ധരായി. ലംഘനം ക്ഷമിച്ചും പാപമർച്ചം കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ. ആത്മാവിൽ കപടം വെച്ച് വർത്തമാനം പറഞ്ഞ ഒരാളുണ്ട് വേദപുസ്തകത്തിലെ. ആരാണ്? ആഭിചാരകനായ ശീമോൻ. അവൻ്റെ മനസ്സിലൊരു ചെറിയ ചിന്തയുണ്ട്, എനിക്കും ഇതിൽ എന്തെങ്കിലും ഒരു പങ്ക് കിട്ടിയാൽ എൻ്റെ പണം, എൻ്റെ പരിപാടി എന്താ? പണം ഉണ്ടാക്കുന്ന ഞാൻ കൗശലക്കാരനായിരുന്നു, മജീഷ്യനായിരുന്നു. ആര്? ആഭിചാരകനായ ശീമോൻ. അവൻ അതുകൊണ്ടാണ് പറയുന്നത്, അപ്പോസ്തലൻ പറയുന്നു, നീ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ കർത്താവ് തൻ്റെ മക്കളോട് പറയുന്നു, പങ്കും ഓഹരിയും ദൈവസന്നിധിയിൽ കിട്ടണമെങ്കിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം മസ്റ്റ് ഇവിടെ നിർബന്ധമായി വന്നിരിക്കണം. കർത്താവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. ദൈവിക ആരാധനകളിലും ദൈവിക പഠനത്തിലും ദൈവിക ശുശ്രൂഷകളിൽ നാം ബന്ധപ്പെട്ടിരുന്നാൽ ഗ്രോയിങ് ഇൻ ദ സ്റ്റാച്ചർ ആൻഡ് ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. ദൈവസന്നിധിയിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുക. പൗലോസ് പറയും, ഞാൻ ക്രിസ്തു എന്ന തലയോളം വളരാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു എന്ന തലയോളം വളരണമെങ്കിൽ ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതനായാൽ മാത്രമേ സാധിക്കൂ. ദൈവസന്നിധിയിൽ വിശ്വസ്തരായിട്ട് ജീവിച്ചു കഴിയുമ്പോൾ നിത്യജീവന്റെ പങ്കാളികളായിട്ട് നിത്യതയിൽ പ്രവേശിക്കാൻ സാധിക്കും. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ആപത്ത്, അനർത്ഥം, രോഗം, ദുഃഖമൊക്കെ നമുക്ക് സംഭവിക്കാം. ഇവയിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു, ഞങ്ങൾ ഭയങ്കര ഉപവാസമായി. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും വൈകുന്നേരമായൊരു ഉപവാസമാണ്. ഉപവസിക്കുക എന്ന് പറയുന്നത് അവരുദ്ദേശിച്ച് ഒരു നേരം ഭക്ഷണം വെടിഞ്ഞാൽ ഉപവാസമാണ്. നമ്മളൊക്കെ വൈകുന്നേരം 4 മണിയൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മിക്ക സാധാരണക്കാർ, പ്രായമുള്ളവരൊക്കെ ഉപവസിക്കുക. പിറ്റേ ദിവസം രാവിലെ വരെ. ഇതിനിടയിൽ പലവട്ടം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതല്ല ഉപവാസത്തിൻ്റെ ലക്ഷ്യം. നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന സമയത്ത് ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരവിരുതാവെന്ന് പറയാറുണ്ട്. ദാനിയേല് കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിലിട്ടു. ശദ്രക്ക്, മേശക്ക്, അബേദനോ അവരും ഇസ്രായേൽ പൗരന്മാർ, ഇസ്രായേൽ പ്രവാസികൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചവർ. നാം മനസ്സിലാക്കിയ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ ഇവിടെ പറയുന്നു, പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആദരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം 14 അപ്പോസ്തലന്മാർ പൗലോസ് എഴുതിയിട്ടുണ്ട്. 14 പുസ്തകം പൗലോസ് എഴുതിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ളതായ 4 അപ്പോസ്തലന്മാർ അവരുടെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു ചരിത്ര പുസ്തകമുണ്ട്. അപ്പം 14-ഉം 5-ഉം 14-ഉം 4-ഉം 18-ഉം
ഒന്ന് 19 പുസ്തകങ്ങൾ നമ്മളെ ഉപദേശത്തിൽ നിലനിർത്തുവാനും നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. വല്ലപ്പോഴും തെറ്റിപ്പോകാതിരിക്കാൻ ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ അപ്പോൾ സങ്കീർത്തനം പറയും, വല്ലപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും കള്ളു കുടിക്കാൻ തന്നെ, വല്ലപ്പോഴും മറ്റുള്ള തെറ്റുകൾ തന്നെ, വല്ലപ്പോഴും തെറ്റിപ്പോകാൻ. നമ്മളിപ്പോൾ എപ്പോഴും സാധാരണയൊക്കെ നടക്കാറുണ്ട്. സാധാരണ നടക്കുന്ന തലയിൽ ഇത്തിരി വെള്ളം കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മളങ്ങനെ കാര്യം തെറ്റിക്കും. വല്ലപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ അപ്പോസ്തോലിക ഉപദേശത്തിൽ ഉറച്ച് നിന്നുകൊണ്ട് ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ ഉപദേശ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ തെറ്റിപ്പോകും. തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ ഏത് പ്രായത്തിലുള്ളവർക്കും തെറ്റാം. ഞാൻ ഈ അടുത്ത കാലത്ത് പാസ്റ്റർ ആൽവിൻ്റെ കാര്യം ഒരു ചരിത്രം വഹിച്ചു. CPM-ന്റെ സ്ഥാപക നേതാവ് അമേരിക്കയിലുള്ളതാണ്. അവിടെ റോക്ക് ആൻഡ് റോൾ ഡാൻസിനകത്ത് അദ്ദേഹം ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കുന്ന സമയത്ത്, വിദേശത്തൊക്കെ പോയി ആഹാരം കഴിക്കുമ്പോൾ ഈ കസേരയുടെ ഇടയിൽ കൂടെ ഒക്കെ ഈ സപ്ലൈ ചെയ്യുന്ന പെൺകുട്ടികളും ഡാൻസ് ചെയ്യുന്നവർക്ക് ധാരാളം. ഇതൊക്കെ ഇയാൾ മോഹപരവശനായി അതിനകത്ത് തെറ്റ് ചെയ്തു എന്നാണ് ചരിത്രം, അന്നത്തെ കാലത്തെ ചരിത്രമൊക്കെ പറയുന്നത്. ഇന്നൊന്നും ആ ചരിത്രം അടഞ്ഞുപോയി. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സമയം തെറ്റിപ്പോകാതിരിക്കുവാണെങ്കിൽ വേദപുസ്തകം കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം എപ്പോഴും നിനക്ക് വായിക്കാൻ സമയം കിട്ടും, അപ്പോൾ വായിക്കുക. അപ്പോസ്തലന്മാരുടെ ഉപദേശമുള്ളതായ സുവിശേഷങ്ങളും മറ്റുള്ള പുസ്തകങ്ങളും വായിച്ചു കഴിയുമ്പോൾ നിന്നെ ബലവത്താകും. നീ വീണു പോവുകയില്ല. വല്ലപ്പോഴും അല്ല, എപ്പോഴും വീണു പോകാതിരിക്കുക. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ വീണു പോകാതിരിക്കണമെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിക്കും. അപ്പം നുറയ്ക്കും, കൂട്ടായ്മ ആയിരിക്കും. പല പ്രാർത്ഥനകൾ, ബൈബിൾ ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അവയിലൊക്കെ നിങ്ങൾ സംബന്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ബുദ്ധി വിവിധ ആൾക്കാരിൽ നിന്ന് സുവിശേഷകന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ പതറാതെ ഉറപ്പുള്ളതായിരിക്കും. രോഗത്തെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ പതറാറുണ്ട്. ജീവിത സാഹചര്യത്തെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ പതറാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും. ഇത് വിഷമമുള്ള ഒരു കാര്യമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. ഇവിടെ ഇരിക്കുന്ന ആർക്കും വിഷമമുള്ളതല്ല. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ ദൈവ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കുക. കാരണം നമ്മൾ ഏത് മനുഷ്യനാണെങ്കിലും കിടപ്പിലായി കഴിഞ്ഞാൽ കിടപ്പിലായി തന്നെ. അതിൽ നിന്ന് റിക്കവർ ആകണമെങ്കിൽ നമുക്ക് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, രോഗത്തെയും ദുഃഖത്തെയും മാറ്റുവാൻ തക്കവണ്ണം. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നു, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് മാറ്റം വരുത്തണം. എൻ്റെ കൃപ നിനക്ക് മതി എന്ന പൗലോസിനോട് കർത്താവ് പറയും. എൻ്റെ കൃപ നിനക്ക് മതി. പൗലോസിന് ധാരാളം രോഗദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പൗലോസിന് കണ്ണിൻ്റെ പ്രശ്നമുണ്ട്. കണ്ണ് കാണാത്തവർ ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേര് കണ്ണാടി വെക്കുന്നുണ്ട്. ഒത്തിരി പേര് കാഴ്ചയ്ക്ക് മാറ്റങ്ങളൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ ഉണ്ട്. പക്ഷേ പൗലോസിനോട് കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ മതി പൗലോസേ. എൻ്റെ കൃപയുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ നോക്കുന്നു, അവരുടെ വസ്ത്രങ്ങൾ എന്തായില്ല, പഴകിയില്ല. അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. അവരുടെ വസ്ത്രം പഴകിയില്ല. കാശ് കിട്ടുമ്പോൾ നമ്മൾ അടിക്കടി വാങ്ങിക്കൊണ്ടിരിക്കുമല്ലേ വസ്ത്രങ്ങൾ. ഒരു വസ്ത്രം ഉണ്ടെങ്കിൽ അവർക്കൊന്നും മാറുന്നില്ല. നമ്മളാണെങ്കിൽ അടിക്കടി പോയി കടകളിൽ പോയി വാങ്ങാമെന്നോളം വാങ്ങും. സീസണൽ അല്ലേ? അല്ലേ സാറേ? സീസണൽ. ഓണത്തിന്, സംക്രാന്തിക്ക്, ബർത്ത്ഡേക്ക്, മരണഡേക്ക് വരെ വസ്ത്രം മാറും. മറന്നില്ല. മരിക്കുമ്പോൾ നല്ല വസ്ത്രം വാങ്ങി കൊടുക്കും അപ്പച്ചന്മാർക്ക്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കുക, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ
നമുക്ക് ദൈവിക കൂട്ടായ്മയിൽ നിലനിൽക്കുന്നില്ല. 1 by 1 ആയിട്ടുണ്ട്. ഒരു നന്മയ്ക്കും കുറവില്ല. 16-ാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, നേരായി നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തോട് അപേക്ഷിച്ചാൽ ഒരു വലിയ ജ്ഞാനം കുറവാണെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കും. ഫൽസിക്കാതെ അവൻ ആവശ്യത്തിനുള്ള ജ്ഞാനം തരും. ശലോമോൻ ഒന്നുമില്ലാതെ നിന്നു. എനിക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, എനിക്ക് ഈ ജനങ്ങളെ ഭരിക്കുവാനുള്ള ജ്ഞാനം മതി. എല്ലാവരും ചിന്തിക്കുന്ന ധാരാളം കാര്യങ്ങൾ. ശലോമോൻ ദൈവം ജ്ഞാനം കൊടുത്തു. ലോകത്തിലുള്ള ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്നു, ഏറ്റവും വലിയ ധനവാനായിരുന്നു, ഉന്നതനായ രാജാവായിരുന്നു. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ഓരോ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കും. കൗണ്ടർലെസ് ബ്ലെസ്സിംഗ് നടത്തിയിരിക്കുന്നത്. എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ ദൈവം തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നത് ഈ ഭൂമിയിലാണ്. സ്വർഗത്തിൽ പോയിട്ടുള്ള അനുഗ്രഹം കൊടുക്കുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിനക്ക് വസ്ത്രമാണെങ്കിൽ വസ്ത്രം, ആഹാരം വേണമെങ്കിൽ ആഹാരം, എന്തൊക്കെ വേണോ ഈ ഭൂമിയിലുള്ള നന്മകള്, ഈ നന്മകൾ ഭൂമിയിലെ നന്മ ദൈവം സ്വരൂപിച്ച് വെച്ചിരിക്കുന്നത് തൻ്റെ ഭക്തന്മാർക്ക്. നമ്മൾ ചിന്തിക്കണം, പണക്കാർക്കല്ല, പണക്കാരുടെ മക്കളല്ല ഇന്ന് അമേരിക്കയിൽ പോയിരിക്കുന്ന ഈ നാട്ടിൽ. കൂലിപ്പണി ചെയ്ത ആൾക്കാർ IAS കാരായിരിക്കുന്നു, IPS കാരായിരിക്കുന്നു, എഞ്ചിനീയേഴ്സ്, എല്ലാ തരത്തിലുള്ള എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ആയിരിക്കുന്നു. പല ചരിത്രങ്ങളും പലപ്പോഴും പേപ്പറിൽ പല ലേഖനങ്ങൾ വരാം. ദൈവം അവരെ അനുഗ്രഹിച്ചു, അവർ ഉന്നതന്മാരായിരിക്കുന്നു. ദൈവം തൻ്റെ മക്കൾക്ക് സർവ്വ നന്മകളും. പഠിക്കുന്ന കുഞ്ഞുങ്ങള് മെഡിക്കലായിട്ട് പഠിച്ചു വളർന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ജീവിക്കുവാണെങ്കിൽ സർവസ്വം നമുക്ക് കിട്ടും. നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ഓർക്കുന്ന പാടത്ത് പണിയെടുത്താൽ നമുക്ക് 30-40 വിളവ് കിട്ടിയാൽ നമ്മൾ വർഷം ഇഷ്ടംപോലെ തേങ്ങ കിട്ടിയാൽ നല്ല. ഇപ്പം തേങ്ങയ്ക്കൊക്കെ നല്ല വിലയുണ്ട്. ഓരോരുത്തരുടെ തെങ്ങ നോക്കിയാൽ 200-300 തേങ്ങ കിട്ടും. ഇത് വെട്ടിയിടുന്ന സമയത്ത് 40 അല്ലേ? അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വന്നു. നിനക്ക് എല്ലാ വിധത്തിലും നിന്നെ അനുഗ്രഹിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കുന്ന സമയത്ത് നിനക്ക് മതിയെന്ന് പറയുന്നത് വേറെ നിനക്ക്. ദൈവ മക്കൾക്ക് മാത്രമേ ഇത് ക്ലെയിം ചെയ്യുവാൻ, അവകാശപ്പെടുവാൻ അവസരങ്ങളുള്ളൂ. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് പഴയ നിയമകാലത്ത് ഇസ്രായേൽ മക്കൾക്ക് എന്ത് കൊടുത്തു? മന്ന കൊടുത്തു, കാടപ്പക്ഷികളെ കൊടുത്തു. വന്ന് വീണുകൊണ്ടിരിക്കുക മുറ്റം മുഴുവനും. പക്ഷേ ഒരു കണ്ടീഷൻ, ഒരു കരാറുണ്ടായിരുന്നു. നിനക്ക് ഇത്ര മാത്രം ആരാനും എടുക്കാൻ പറ്റും. കൂടുതൽ വാരി, കൂടുതൽ സൂക്ഷിച്ചു, അത് ചീഞ്ഞു നാറിപ്പോയി. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ധാരാളമായി. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഉണർത്തിക്കും വരമെല്ലാം ക്ഷണം തന്നിടണമേ, ഉണർത്തിക്കും വരമെല്ലാം ക്ഷണം തന്നിടണമേ, തുണാനീ പരമാനന്ദമോദം വന്നകമേ തിങ്ങണമേ, പരമാനന്ദമോദം വന്നകമേ തിങ്ങണമേ, പരമം നിന്നോടാനന്ദിച്ചിടുവാൻ നൽകണമേ, പരമം നിന്നോടാനന്ദിച്ചിടുവാൻ നൽകണമേ. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തോട് യാചിക്കുന്ന സമയത്ത് തന്മാത്രയിൽ ദൈവം നൽകുന്നുണ്ട്. തന്മാത്ര മീൻസ് വിത്തിനെ സെക്കൻഡ്.
വിത്തിൻ എ ടിങ്കിളിംഗ് ഓഫ് an eye എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് ദൈവത്തോട് യാചിച്ചാൽ തൻ്റെ മക്കൾ യാചിച്ചാൽ ദൈവം കൊടുക്കുന്നു. അതിന് വലിയ എക്സാമ്പിള് യാക്കോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏലിയ മഴ പെയ്യരുതെന്ന് പറഞ്ഞു, പെയ്തില്ല. പെയ്യാൻ പറഞ്ഞു, പെയ്തു. അതേപോലെ തന്നെ യോശുവ എന്ന് പറഞ്ഞു, സൂര്യ അവിടെ നിൽക്ക്, ചന്ദ്രൻ അവിടെ നിൽക്ക്. സൂര്യനും ചന്ദ്രനും അവിടെ നിന്നു. ഫെലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ അവിടെ നിന്നു. അത് നിന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരൊക്കെ വലിയ സത്യസായി പോലുള്ളവരൊന്നുമല്ല, കേവലം മനുഷ്യരാണ്. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ യേശുവിൻ്റെ രക്തത്താൽ കഴുക പ്രാപിച്ച ദൈവമക്കളാണ്, ദൈവത്തിൻ്റെ ഭക്തന്മാരാണ്. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ദൈവഭക്തന്മാർക്ക് അത് ഉന്നതമായ സ്ഥാനം ദൈവം കൊടുക്കുന്നുണ്ട്. നിൽക്കടാന്ന് പറഞ്ഞാൽ നിൽക്കും, ഓടാന്ന് പറഞ്ഞാൽ പോകും, പെയ്യടാന്ന് പറഞ്ഞാൽ പെയ്യും. നാം മനസ്സിലാക്കണം, നമ്മൾ പലപ്പോഴും പരീക്ഷിച്ചറിയിക്കും. കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, കർത്താവ് ഒരാളെ സൗഖ്യമാക്കിയപ്പോൾ പറഞ്ഞു, ഈ ഇത്രയൊക്കെ സംഭവിക്കുന്നു. നിങ്ങൾക്ക് അല്പവിശ്വാസമുണ്ട്, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ മതി. നിങ്ങളുടെ വിശ്വാസം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വിശ്വാസം കടുകുമണിയുടെ എത്രയോ 100% പോകും. കടുകുമണിയാണ് ഏറ്റവും ചെറിയ സീഡ്, വിത്ത്. നാം ദൈവത്തോട് മുട്ടിപ്പായിട്ട് യാചിച്ച് ചോദിക്കുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് തക്ക സമയത്ത് നമുക്ക് നൽകുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പും സ്ഥിരതയും എത്രയുണ്ടെന്ന് തുലനം ചെയ്ത് പഠിക്കേണ്ടത് നമ്മുടെ കടമ. അതിനെന്ത് വേണം? അപ്പോസ്തലന്മാർ ഉപദേശം കേൾക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കണം, അതേപോലെ തന്നെ കൂട്ടായ്മ കാണിക്കണം, പ്രാർത്ഥന കഴിക്കണം, ദൈവീയ എല്ലാ കാര്യങ്ങളും പങ്കാളികളായ തക്ക സമയത്ത് തക്ക സമയത്ത് when the fullness of time, ആവശ്യത്തിന്റെ തക്ക സമയത്ത് തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന കേട്ട് അവൻ കൊടുക്കുന്നത്. നമ്മളിൽ തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നു, നമ്മളൊരു ഉറപ്പുണ്ടായിരുന്നു, ഞാൻ നിന്റെ ഭക്തനാകുന്നു കർത്താവേ. 38-ാം അധ്യായം യെശയ്യാവിന്റെ പ്രവചനത്തിലൂടെ വചനം പറയുന്നുണ്ട്, ഞാൻ വിശ്വസ്തയോടും പിന്നെ ഏകാഗ്രത ഹൃദയത്തോടും തിരുമുമ്പിൽ ഞാൻ നടന്നവനാണ്, ഞാൻ നിനക്ക് പ്രസാദമായത് ചെയ്തതാണ്. ഹിസ്കിയാ രാജാവ് പറഞ്ഞു. ആ രാജാവ് പറഞ്ഞ് ദൈവത്തോട് മുട്ടിപ്പായിട്ട് ചോദിച്ച് കറക്റ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ പ്രശ്നം നിരത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. തന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരമായിട്ടുള്ള പറഞ്ഞു, ദൈവദാസനായ പ്രവാചകനോട് പറഞ്ഞു, അവന് 15 വർഷം കൂടെ ഞാൻ ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന്. ആ മിറ്റത്തു നിന്ന് പുറത്ത് റൂമിൽ നിന്ന് മിറ്റത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ 15 വർഷം കൂടെ നീട്ടിക്കൊടുത്തു. നിന്റെ ഗ്രഹകാര്യം ക്രമീകരിച്ചുകൊള്ളാൻ പറഞ്ഞവരോട് 15 വർഷം കൂടെ നീട്ടിക്കൊടുത്തു. എത്ര വല്ലഭത്വമുള്ളതാണ് നമ്മുടെ കർത്താവിന്റെ കഴിവ്. ദൈവത്തോട് മുട്ടിപ്പാടിന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ മാനുഷികമായുള്ള ജീവിതത്തിൽ ജീവിക്കുന്നവരാണ്, ബുദ്ധിമുട്ടും പ്രയാസത്തിലും ഒക്കെ ജീവിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ വിശ്വാസത്തിന്റെ തോത് എത്രമാത്രം ഉണ്ടെന്ന് നമ്മളെപ്പോഴും വിശ്വാസത്തിന്റെ തോതിനനുസരിച്ച് ചെയ്തപ്പോൾ എല്ലാം നിറവേറി. പത്രോസ് അതുകൊണ്ടാണ് പറയുന്നത്, വെള്ളിയും പൊന്നും എനിക്കില്ല, നസറേയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. പത്രോസിന്റെ ആദ്യം എന്തായിരുന്നു? സൗഖ്യമാക്കില്ല. അവൻ 5-ാം അധ്യായത്തില് അവൻ നരിയാനകൾ ഉറച്ചു, അവൻ ചാടി എഴുന്നേറ്റ് ഓടി. പ്രിയമുള്ളവരെ, നാം ദൈവമക്കൾക്ക് ചെയ്യാൻ സാധ്യമായത്, അസാധ്യമായതൊന്നും ദൈവത്തിന്റെ പുസ്തകത്തിലില്ല. അസാധ്യമായതൊന്നുമില്ല. ദൈവം നമുക്ക് നൽകിയത് പ്രാക്ടിക്കൽ ലൈഫില്, സാധാരണ ജീവിതത്തില് കാര്യം എല്ലാവരും നാം എന്ത് ചെയ്യണം? അപ്പോസ്തലന്മാർ ഉപദേശം കേൾക്കണം, അതിനനുസരിച്ച് കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം, ദൈവിക മാർഗത്തിൽ പ്രാർത്ഥന കഴിച്ച് ദൈവിക മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ
എല്ലാം നമുക്ക് എല്ലാ കവത്തോടെ എല്ലാം നമുക്ക് ഈസിയായിട്ട് എല്ലാം പ്രായോഗികമായിട്ട് നടപ്പാക്കും. അതിന് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടിയിരിക്കും. നമുക്ക് എല്ലാവർക്കും വിശുദ്ധായ കുഞ്ഞുങ്ങള് ഇപ്പോൾ സ്നാനപ്പെടുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരും കുഞ്ഞു പ്രായത്തിലിരിക്കുന്ന എല്ലാവർക്കും അത് ബാധകമാകട്ടെ. പ്രായമുള്ളവർക്കും ബാധകമാകട്ടെ. ഈ കാര്യങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുക.